ചപ്പാത്തി ഇനി നേരായില്ല നിങ്ങൾ ഇനി പറയാൻ നിൽക്കരുത് കേട്ടോ. വെള്ളം ചൂടാക്കാനും തിളപ്പിക്കാനും ഒന്നും നിൽക്കാതെ തന്നെ കുഴക്കാനും പോലും നിൽക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിൻ്റെ റെസിപ്പി ആയിട്ടോ നമ്മൾ ഇന്ന് കാണിക്കണേ. നിങ്ങൾ വീട്ടിലുണ്ടാക്കണ ചോറ് ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു ചോറ് മാത്രം മതിട്ടോ ഈ ഒരു ട്രിക്കിന്. അപ്പോൾ മിക്സിൻ്റെ ജാർ എടുത്തോളി. ഞാനിവിടെ അതാ ഇതുപോലെ ഒരു ചോപ്പർ എടുത്തിക്കണത്. മിക്സിൻ്റെ ജാറിൽ നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് നമ്മുടെ ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ഞാനിതാ ഈ ഒരു ചോപ്പറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മിക്സിൻ്റെ ജാറിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതേമാതിരി നല്ലോണം ഞാൻ നമ്മുടെ മാവ് ഒന്നങ്ങ് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പം മിക്സിൻ്റെ ജാറിൽ നിങ്ങൾ ഇതേപോലെ ഒന്നങ്ങ് പൾസ് ചെയ്ത് എടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ മാവ് ഇവിടെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് കുഴക്കാനൊന്നും വേണ്ട എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത. കാരണം കറക്റ്റ് അളവിൽ നമ്മൾ ചേർത്തുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതേമാതിരി കയ്യിലിട്ടൊന്ന് ഒതുക്കിയിട്ട് ഇങ്ങനെ ഉരുളകളാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ 4 വലിയ ചപ്പാത്തി എടുത്തിക്കണത്. നമ്മൾ ഒരു ഗ്ലാസ് പൊടിയല്ലേ എടുത്തിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ 4 ചപ്പാത്തിക്കുള്ള മാവിൻ്റെ ഉരുളകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്കിത് പരത്തിയെടുക്കാൻ. അവിടെ ആട്ടപ്പൊടി തന്നെ ഉപയോഗിച്ചിട്ട് ഇതാ നമ്മുടെ ചപ്പാത്തി നല്ല നൈസായിട്ട് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വലിയ ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാ ഇതേപോലെ നല്ല രീതിക്ക് തന്നെ അത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇത് ചുടുമ്പോഴുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ഒരു സൈഡ് ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ടിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങുമ്പോഴാണ് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ആ ഒരു സമയത്ത് നല്ല രീതിക്ക് തന്നെ പൊള്ളച്ച് വരും. അപ്പം ഈ ഒരു 3 മറിച്ച് നമ്മളൊരു ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുക, ഒന്ന് മറിച്ചിടുക, വീണ്ടും ഒന്നും കൂടി നല്ല ബബിൾസ് വന്നാൽ ഒന്നും കൂടെ മറിച്ചിടുക. അങ്ങനെ 2 മറിച്ചിടലിൽ നമ്മുടെ ചപ്പാത്തിൻ്റെ പരിപാടി കഴിയണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്